ഹലോ, ഹായ്, വെൽക്കം ബാക്ക്. നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. സോ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ സ്റ്റുഡൻസും കാണാം. ഓക്കെ, ആർക്കും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ കേട്ടോ. ഓക്കെ, ലാസ്റ്റ് വരെ കാണാം. കുറച്ച് നോയ്സ് ഡിസ്റ്റർബൻസ് ഒക്കെ വരുന്നുണ്ട്. ഇവിടെ പനി നടക്കുക. സോ കേൾക്കുന്നില്ലേ സൗണ്ട്? എന്നാലും എൻ്റെ വോയിസ് ഓഡിബിൾ അല്ലേ? കേൾക്കുന്നില്ല എങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ മെസ്സേജ് ഇടുക കേട്ടോ. സോറി, കമൻറ്റ് ഇടുക കേട്ടോ. കമൻറ്റ് ഇടുക, എല്ലാവർക്കും റിപ്ലൈ വരുന്നുണ്ടായിരിക്കും. മീൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും മീൻസ് അഡ്മിഷൻ്റെ കാര്യങ്ങളിൽ എൻ്റെ വോയിസ് ഓഡിബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ്സ് ഇടുക. റിപ്ലൈ എല്ലാവർക്കും കിട്ടുന്നുണ്ടായിരിക്കും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ നോക്കുന്നത് അതാണ് നമ്മുടെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റ് കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഇവിടെ തന്നെ സ്റ്റുഡൻറ്റ് ലോഗിൻ, കാൻഡിഡേറ്റ് ടു സ്റ്റുഡൻറ്റ് ലോഗിൻ കിട്ടും. പ്രോഗ്രാംസിൻ്റെ ഡീറ്റെയിൽസ്, അവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ തന്നെ കിട്ടുന്നുണ്ട്. യൂണിവേഴ്സിറ്റിയുടെ ഡയറക്റ്റ് ലിങ്ക് വഴി തന്നെ നമുക്ക് സൈറ്റിലേക്ക് കയറാൻ പറ്റും. സോ ഫസ്റ്റ് ആയിട്ട് നമുക്ക് അഡ്മിഷനാണ് കേട്ടോ കാണിക്കുന്നത്. അഡ്മിഷൻ പോർട്ടൽ നമുക്ക് അഡ്മിഷൻ എടുക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നത്. മീൻസ് നമുക്ക് അഡ്മിഷൻ സൈറ്റിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഒരു അപ്ലൈ നൗ എന്നുള്ളൊരു പോർഷൻ ഓപ്പണായി വരും. അപ്ലൈ നൗ എടുക്കുക. ഇവിടെയാണ് നമുക്ക് ലോഗിൻ ഓർ രജിസ്റ്റർ, ഈ ഒരു ഭാഗം റൈറ്റ് സൈഡിൽ നമുക്ക് ലോഗിൻ ഓർ രജിസ്റ്റർ വഴി കോഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. കോഴ്സ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ കിട്ടും. പിന്നുള്ളത് നമുക്ക് അപേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട് അവരൊരു നോട്ടിഫിക്കേഷനെ കൊടുത്തിട്ടുണ്ട്. സർവകലാശാല ഈ വെബ്സൈറ്റ് വഴി ഓൺലൈനായി മാത്രമേ ഫീസ് സ്വീകരിക്കുന്നുള്ളൂ. അതായത് നമ്മളിപ്പോൾ ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ ആണല്ലോ ഇതുവഴി നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ടത് ഈ ഒരു സൈറ്റിൽ കൂടെ മാത്രമാണ്. വേറൊരു സൈറ്റ് വഴി അല്ല എന്നുള്ളൊരു നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അഡ്മിഷൻ്റെ ബാക്കി 2024-25 അഡ്മിഷൻ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. യൂസർ മാനുവലും സ്റ്റുഡൻസ് കോർണർ, LSC കോർണർ ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾ പഠിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് ഒരു അഡ്മിഷൻ്റെ കാര്യങ്ങൾ അറിയുന്നെങ്കിൽ ഇവിടെ നോക്കാം. എനിക്ക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നുള്ളവർ ഔദ്യോഗിക അഡ്മിഷൻ പോർട്ടലിൽ കൂടെ തന്നെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണമെന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കൂടാതെ തന്നെ നമ്മൾ ഫസ്റ്റ് ടൈം കൊടുക്കുന്ന ഫോൺ നമ്പറും ഇമെയിൽ ഐഡിയും വാലിഡ് ആയിരിക്കണം, അതായത് ഉപയോഗത്തിലുള്ളതായിരിക്കണം. കാരണം നമുക്ക് പിന്നീട് അങ്ങോട്ട് നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ഇതുവഴിയായിരിക്കും. നമ്മുടെ ഫോൺ നമ്പറും ഇമെയിലും വഴിയായിരിക്കും ബാക്കി അസൈൻമെൻറ്റ് അപ്ഡേഷൻ ആയാലും ബാക്കി കാര്യങ്ങൾ അറിയാൻ പറ്റുന്നത്. അപേക്ഷ സംബന്ധിച്ചുള്ള വിവരങ്ങൾക്ക് സർവകലാശാലയുടെ വെബ്സൈറ്റ്, അതായത് sgo.ac.in, ഈ ഒരു ലിങ്ക് വഴിയാണ് നമ്മൾ നോക്കേണ്ടത്. ഹെൽപ്പ് ഡെസ്കിലും മറ്റ് സംവിധാനങ്ങളൊക്കെ ഇതിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ നോക്കേണ്ടതാണ്. പിന്നെ ഇതിൽ വരുന്നത് അഡ്മിഷൻ ലഭിക്കാനായിട്ട് കുറച്ച് നിബന്ധനകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അഡ്മിഷൻ നോക്കുക. ഇവിടെ ലോഗിനോ രജിസ്റ്ററിൽ വരുമ്പോൾ കാൻഡിഡേറ്റ് ഓർ സ്റ്റുഡൻറ്റ് ലോഗിൻ, നിങ്ങളുടെ ഒരു വാലിഡ് ആയിട്ടുള്ള ഇമെയിലും പാസ്വേഡും, ഇത് നമുക്ക് ഓൾറെഡി അഡ്മിഷൻ എടുത്ത ആൾക്കാർക്ക് ലോഗിൻ ചെയ്യാനുള്ളൊരു ഭാഗമാണ്. ഈ ഒരു സൈഡിൽ വന്നേക്കുന്നത് അല്ലാത്തവർക്കായിട്ട് രജിസ്ട്രേഷൻ വഴിയാണ്. അതായത് രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ കയറാൻ പറ്റും. കണ്ടോ, ഈ ഒരു സ്റ്റെപ്പ് 1 ന്യൂ രജിസ്ട്രേഷൻ വഴി നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ അയക്കാൻ പറ്റും. ആധാർ നമ്പർ, സ്വന്തമായ ഉപയോഗത്തിലുള്ള ഇമെയിൽ ഐ ഡി, മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളെ അവർ കോൺടാക്ട് ചെയ്യുന്നത് നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള യൂസ് ചെയ്യുന്ന ഫോൺ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ, ഇതുവഴിയായിരിക്കും നിങ്ങൾക്ക് ഓരോ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും വരിക. തൽക്കാലത്തേക്ക് നിങ്ങൾ ഏതെങ്കിലും നമ്പറോ ഇമെയിലോ കൊടുത്തു കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ പാസ്വേഡ് അറിയാത്തൊരു മെയിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഇവർ അയക്കുന്ന നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊന്നും കിട്ടുന്നുണ്ടായിരിക്കില്ല. സോ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ കീപ്പ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ആധാർ, പിന്നെ പാൻ കാർഡ് അല്ലെങ്കിൽ വോട്ടർ ഐ ഡിയുടെ ഒരു മീൻസ് ഇത് രണ്ടിൽ ഏതെങ്കിലും നിങ്ങളുടെ ID പ്രൂഫിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ദെൻ ആധാർ മസ്റ്റാണ് കേട്ടോ, മറക്കാതെ എടുക്കുക. പിന്നെ നിങ്ങളുടെ ഒരു ഫോട്ടോ, സിഗ്നേച്ചർ, 10th സർട്ടിഫിക്കറ്റ്, നിങ്ങൾ ഡിഗ്രി നോക്കുന്ന ആളാണെങ്കിൽ +2 സർട്ടിഫിക്കറ്റ് കൂടെ എടുക്കുക.
പി ജി അഡ്മിഷൻ നോക്കുന്നവരാണെങ്കിൽ 10th സർട്ടിഫിക്കറ്റ് പ്ലസ് നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്. ദെൻ ഇവിടെ നമ്മൾ ഫീസിൻ്റെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ബി എ പ്രോഗ്രാംസ്, ബി കോം, ബി ബി എ, ബി സി എ, എം എ പ്രോഗ്രാമുകൾ, എം കോം, ഇങ്ങനെ എല്ലാത്തിൻ്റെയും ഫീസും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. സോ ഈ ഫീസ് നിങ്ങൾ കയ്യിൽ കരുതുക. ഫീസ് നമ്മൾ ഫസ്റ്റ് അഡ്മിഷൻ എടുക്കുമ്പോൾ തന്നെ പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അറിയായിരിക്കുള്ളൂ, ഡിസ്റ്റൻറ്റ് ഒക്കെ ആയിട്ട് അഡ്മിഷൻ എടുക്കുന്നുണ്ട്. ഫസ്റ്റ് സെമ്മിലെ ഫീസും നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കൂടാതെ നിങ്ങൾ ഈ ഗ്രാൻസ് നിങ്ങൾ എന്തെങ്കിലും SC ST OEC സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റോടെ കീപ്പ് ചെയ്യാം. ഓക്കെ. പിന്നെ വരുന്നത് നമ്മുടെ സ്കോളർഷിപ്പ് എന്തെങ്കിലും നോക്കുന്നത് SC ST OECക്കൊക്കെ ഈ ഗ്രാൻസ് സ്കോളർഷിപ്പൊക്കെ കിട്ടുന്നുണ്ട്. സോ നിങ്ങൾ ഈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ കയ്യിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇൻകം സർട്ടിഫിക്കറ്റും കാസ്റ്റ് സർട്ടിഫിക്കറ്റൊക്കെ എടുത്തു വയ്ക്കാൻ നോക്കാം. എന്തെങ്കിലും എൻക്വയറീസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സംശയങ്ങൾക്കൊക്കെ ബന്ധപ്പെടാനായിട്ട് അവരുടെ തന്നെ ഒരു നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 നമ്പറുണ്ട്, നിങ്ങൾക്ക് രണ്ടിൽ ഏതിൽ വേണമെങ്കിലും വിളിക്കാം. കൂടാതെ തന്നെ ഇമെയിൽ ഉണ്ട്, നിങ്ങൾക്ക് ഇമെയിൽ അയച്ച് എന്തൊക്കെ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാമെന്നാണ് കേട്ടോ. ഇനിയും വരിക പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, കാണാം കേട്ടോ. അടുത്ത സ്കോളർഷിപ്പിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് നോക്കുക. എന്തെങ്കിലും അപ്ലൈ ചെയ്യാൻ അസിസ്റ്റൻസ് വേണമെങ്കിൽ യൂട്യൂബിലൊരു മെസ്സേജ് ഇടുക, നിങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. കോൺടാക്റ്റും ഷെയർ ചെയ്യും.